ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ മാഷിനോട് പറയാണ്, ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ തന്നെ താമസിക്കും. എൻ്റെ ഭർത്താവ് എവിടെയാണോ അവിടെ തന്നെ ഞാനും താമസിക്കേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണെന്ന് നമ്മുടെ വേദ മാഷിനോട് പറയാണ് കേട്ടോ. ഇത് കേട്ട് നിൽക്കുന്ന മാഷ് പറയുന്നുണ്ട്, നിന്നെ അതിന് ആരെ ഇവിടെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? ഞാൻ നിന്നെ എന്തായാലും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ വീട്ടിൽ ആരും അംഗീകരിച്ചിട്ടില്ല ഇവൻ്റെ ഭാര്യയായിട്ട് നിന്നേന്ന് നമ്മുടെ മാഷ് പറയാണ് കേട്ടോ. ഇത് കേട്ട് കുറേ നേരം മിണ്ടാണ്ട് നിന്ന കമല മുന്നോട്ട് വന്നിട്ട് പറയാണ്, നിങ്ങൾ ആര് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇവളെ അംഗീകരിച്ചു എൻ്റെ മരുമകളായിട്ട്. മരുമകൾ മാത്രമായിട്ടല്ലേ, എൻ്റെ മകളെ പോലെ ഞാൻ ഇവളെ അംഗീകരിച്ചിട്ടുണ്ട്. മാഷ് എന്ത് പറഞ്ഞാലും ഞാനിത് സമ്മതിക്കില്ലേ, ഇവൾ ഈ വീട്ടിൽ വേണം, ഇവളില്ലാതെ ഈ വീട് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദേനെ കമലം കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. അപ്പോൾ വിക്രത്തിനായാലും മാഷിനായാലും ഒന്നും മിണ്ടാൻ പറ്റാത്ത ആകെ ഒരു അന്താളിച്ച് നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശ്രീനി സാറ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർ തമ്മിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കേസുണ്ടായതും വിക്രത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതും എല്ലാം ഇവരുടെ പ്രണയത്തിന് എതിര് നിന്ന വീട്ടുകാരാണ്, വേദയുടെ വീട്ടുകാർ കേസ് കൊടുത്തതിൻ്റെ പേരിലാണെന്നൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇനി നമ്മുടെ വിക്രം അറിയുന്നത് ഇനി പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ വിക്രം അതൊക്കെ അറിയുക. അതുമാത്രമല്ല, വിക്രം പോയ ശേഷം നമ്മുടെ വേദ വിക്രത്തിൻ്റെ റൂമിലൊക്കെ കയറി നോക്കുകയാണ് കേട്ടോ. കയറി നോക്കുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇയാൾ കോളേജൊക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഇയാൾ ഈ അടിപിടി കേസുകാരനായി മാറി? എന്തായാലും ഇതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ, ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ള വിചാരമൊക്കെ നമ്മുടെ വേദയ്ക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ.